പ്രതീക്ഷ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കാര്യപ്പെട്ടത് കിട്ടണമെന്നില്ല. നിങ്ങൾക്കും എനിക്കൊക്കെ വേണ്ടത് ഒന്നാണ്. എന്താ വേണ്ടത്? വരുമാനം, അല്ലേ? വരുമാനം. കൊടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരൊന്നും കൈവതിക്കും. കടം കൊടുക്കാനല്ല, നന്നായിട്ട് വാരി വലിച്ചു കൊടുക്കാൻ. പക്ഷെ അതിന് പറ്റുന്ന ഒരു മേഖലതേ ഉള്ളൂ. ഇന്നലെ എന്നോട് ഒരാൾ സംസാരിച്ചപ്പോ എന്നോട് സംവദിച്ചു, ഇതിന് അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ വെബ് പോർട്ടൽ ഉദ്ഘാടനത്തിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അതിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം നടന്നിട്ടുണ്ട്, മാർഗരേഖ പ്രകാശനം നടന്നിട്ടുണ്ട് ഒക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നേതാവ് സംസാരിക്കുന്നത് ഞാൻ കേട്ടല്ലോ, ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊടുത്തിരുന്നു എന്നാണ് അതോടെ കിട്ടിയത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, തൊഴിലാളി യൂണിയന്റെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഇതിൽ കൈയടിച്ചിട്ട് കാര്യമുള്ളൂ. ഇതിൽ വെറുതെ കൈയടിച്ചിട്ടൊന്നും കാര്യമില്ല. വരുമാനം വരുത്തണമെങ്കിൽ എന്ത് വേണം? ഞാനൊരു തൊഴിലാളിയാണ്, ഞാൻ കാരണം ഇന്ത്യ വളരുന്നുണ്ട് എന്ന് ബോധ്യമാണ്. അതിനെ അംഗീകാരമുള്ള തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്യണം. നിങ്ങൾ അംഗീകാരമുള്ള തൊഴിലാളിയാവാൻ ആകെ 170-175 രൂപ കൊടുത്താൽ മതി. അതിനൊരു കാർഡ് സംവിധാനിക്കാൻ പറ്റും. നിങ്ങളെ ലീഡറുമായിട്ട് നിങ്ങൾ ഇടപെടാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നമ്മൾ താമര, അതെ, താമര കണ്ടില്ലേ? അത് എവിടെ നിൽക്കുന്ന അറിയോ? ചളിയ, അല്ലേ? ചളിയെ ആരെങ്കിലും വർണ്ണിക്കാറുണ്ടോ? താമരനല്ലേ വർണ്ണിക്കാറുള്ളൂ. റോസാപ്പൂവിനെ നമ്മൾ കവികൾ വർണ്ണിക്കും, പക്ഷെ അതിൻ്റെ മുള്ളിനെ വർണ്ണിക്കാറുണ്ടോ? അപ്പൊ എല്ലാ സന്തോഷത്തിന്റെയും സുഗന്ധത്തിന്റെയും കൂടെ എന്തുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു പ്രയാസം എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. പ്രയാസത്തിൽ നോക്കാതെ ലീഡറുടെ കൈ പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രാപ്തി നൽകുന്ന, പ്രേരണ നൽകുന്ന, ശക്തി നൽകുന്ന വലിയൊരു ടീം നയിക്കുന്ന മഹൽ പ്രസ്ഥാനമാണ്, മഹനീയ പ്രസ്ഥാനമാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് സ്നേഹിതൻ സാറാണ് വന്നിട്ടുള്ളത്. ഇന്ന് അടിച്ചു പൊളിക്കും. ഞാൻ കൂടുതൽ വേണ്ടി പറയുന്നത് അളവുകേടാ, മര്യാദകളാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വന്നത് മുതലായി ഭാഗ്യവാന്മാരാണ്. അദ്ദേഹത്തിന്റെ സ്പീച്ച് കേട്ടാൽ നിങ്ങൾ അറിയാതെ തന്നെ നാളെ ഇന്ത്യൻ കുടുംബത്തിന് ഒരു സംഗതി പറയാണ്ട്. ബാപ്പാന്റെ കുടുംബത്തിൽ 10 ആള്, ഉമ്മാന്റെ കുടുംബത്തിൽ 10 ആള്, കല്യാണം കഴിച്ചവരോട് പറയാം ഭാര്യ വീട്ടിൽ 10 ആള്, സുഹൃത്തുക്കൾ ഉണ്ടാക്കിയിട്ടവരോട് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരോട് പറയാം അവരിൽ 10 ആള്. പിന്നെ രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം, മതസംഘടന മതസംഘടന അതിൽ 10 ആള്. ഇപ്പൊ എത്ര ആളായാലോ? 50 പേസ്റ്റ് ഒരാഴ്ചക്കുള്ളിൽ ചെലവാക്കുകയാണെങ്കിൽ നിങ്ങളാണ് കോടീശ്വരൻ.